നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയുടെ ഒരു മാസ് ഡയലോഗ് ബിഗ് ബോസ് വീടിനകത്ത് ഫസ്റ്റ് ഡേയിൽ തന്നെ മൂപ്പരങ്ങ് അടിച്ചു. അത് നമ്മുടെ ജാൻമണിയോടാണ്. ജാൻമണി, ഞാനേ എക്കണോമി ക്ലാസ്സിലാണ് കേട്ടാ വന്നത്. ആ പറഞ്ഞ ആറ്റിറ്റ്യൂഡും കലിപ്പ് ലുക്കെല്ലാം കൊള്ളാം. തുടക്കം ഗംഭീരമാവുന്നുണ്ട്. പിന്നെ പലരും പറയുന്ന കേട്ടു സായി ഫസ്റ്റ് ഡേയിൽ ഒന്ന് ഒതുങ്ങിപ്പോയി, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റേജ് പെർഫോമൻസിൽ വീക്കാണ്, ഇൻട്രോവേർട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. ബിഗ് ബോസിനകത്ത് സ്റ്റേജിൽ പോയി 4 ഡയലോഗ് അടിച്ചെന്നും പറഞ്ഞ് ഒരാൾ ഗെയിമർ ആകണമെന്നുമില്ല. സ്റ്റേജിൽ ഒരാൾ വളരെ പതിയെ സംസാരിച്ചുള്ളൂ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓപ്പൺ അപ്പ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മോശം ഗെയിമർ ആകണമെന്നുമില്ല. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. സായിയുടെ ഗെയിമൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരെയും പോലെ ഞാനും സായിയുടെ ഗെയിം കാണാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗിലാണ്. കാരണം നമുക്കൊക്കെ അറിയാവുന്ന ആളാണ് സായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സായിയുടെ ഗെയിം കാണാൻ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. സോ അതേ സമയത്ത് തന്നെ സായി ഒരിക്കലും ഒരു മോശം പ്ലെയർ ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സായിയുടെ നിലപാടുകൾ കൊണ്ടാണെങ്കിലും സായി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഇതുവരെയുള്ള അയാൾ വിവിധ വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള അയാളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒരു നല്ല പ്ലെയറായിട്ട് ശോഭിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ തന്നെ ജാൻമണിയെ കൃത്യമായിട്ട് സായി ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ ജാൻമണി. ജാൻമണിയെ സായി ചൂസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ്, സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിലാണ്. അതായത് മനുഷ്യരെ പലതായി വേർതിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു തവണയല്ല പലതവണ അവിടെ ജാൻമണി പറഞ്ഞു. അത് തേർഡ് ക്ലാസ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിലും ശരി, ഞാൻ ബിസിനസ് ക്ലാസ് ആണ്, എനിക്ക് എക്കണോമിക് ക്ലാസ്സിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണെങ്കിലും ശരി. അപ്പോൾ ആ വേർതിരിവ് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ ഇപ്പോൾ ജാൻമണിയുടെ ശാപവാക്കുകളേക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മൂല്യം കൽപ്പിക്കേണ്ടത് ഈ പറഞ്ഞ വാക്കുകൾക്കാണ്. അത് വളരെ പ്രധാനമാണ്. സമൂഹത്തിൽ ഗുരുതരമായ വേർതിരിവ് സൃഷ്ടിക്കുന്ന, മനുഷ്യരെ പലതായി തരംതിരിക്കുന്ന, സാമ്പത്തികമുള്ളവനെന്നും ഇല്ലാത്തവനെന്നും പറഞ്ഞ് അവനെ വേർതിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. സ്വയം പ്രിവിലേജ്ഡ് ആയിട്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. വലിയ ഫാമിലി ജനിച്ചു, ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നു, വെരി റിച്ച്, സൊസൈറ്റിയിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്നു. അതുകൊണ്ട് എന്നെ നിങ്ങളൊക്കെ അംഗീകരിക്കണം. എൻ്റെ ആ ഒരു മേധാവിത്വം, ഞാൻ നിങ്ങളുടെ ബോസാണ്, നിങ്ങൾ എന്നെയൊക്കെ അനുസരിച്ച് വേണം നിൽക്കുക. എൻ്റെ ഒപ്പം വന്ന് നിൽക്കാൻ ഒരു കോമണറിന് യോഗ്യതയില്ല. നിങ്ങൾ ഇവിടെ ആർക്കും യോഗ്യതയില്ല. നിങ്ങളിൽ എത്ര പേർ എന്നെ പോലെ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്നുണ്ട്, എത്ര പേർക്ക് എന്നെ പോലത്തെ വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവർ പറഞ്ഞ വാക്കുകൾക്കുണ്ട്. ഒരു പക്ഷേ ഒരു ഉത്തരേന്ത്യക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് മലയാളികളുടെ ആ ഒരു ഇത്തരം വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാകാം. എന്താണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, വളരെ പ്രസക്തമായൊരു വിഷയമാണ്. അത് സായി വളരെ കൃത്യമായിട്ടെടുത്ത് കാണിക്കുന്നുണ്ട്. ജാൻമണി, ഞാൻ വന്നിട്ടുള്ളത് എക്കണോമിക് ക്ലാസ്സിലാണ്, ബിസിനസ് ക്ലാസ്സിലല്ല. വെരി ഗുഡ്. എനിക്ക് തുടക്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സായിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാം. ഇത് ഞാൻ ആ പ്രൊമോ കണ്ടുകൊണ്ട് മാത്രമുള്ള എൻ്റെ ഒപ്പീനിയനാണ്. കാരണം നമുക്കിപ്പോൾ അത് മാത്രമല്ലേ നമ്മുടെ മുന്നിലുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെയാണ് നമുക്കിതിനെ കാണാം. അപ്പോൾ എന്തായാലും സായി തുടക്കം ഗംഭീരമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നല്ലൊരു ഗെയിമാണ് സായിയുടെ അടുത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം.